എൻ്റെ പേര് ഷീബ എന്നാണ്. ഞാൻ കുറച്ച് ഗാസ്ട്രോ സംബന്ധമായ അസുഖങ്ങൾക്കായിട്ടാണ് ഒരു സഖ്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ മലയാറ്റൂർ വന്നിരിക്കുന്നത്. അപ്പോൾ 3-4 വർഷമായിട്ട് എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് മരുന്നെല്ലാം കഴിച്ചിട്ടും വലിയൊരു എഫക്റ്റ് വരാഞ്ഞത് കൊണ്ട് ഞാനൊന്ന് നാച്ചുറോപ്പതി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് ടൈമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു, ചില ഡയറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് വളരെ സന്തോഷകരമായിട്ട് 14 days സ്പെൻഡ് ചെയ്യാൻ പറ്റി, നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ. അപ്പം ഡോക്ടർ കുറേ അഡ്വൈസുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ചേഞ്ച് എനിക്ക് മാനസികമായിട്ടും തോന്നുന്നുണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞ ഒരു 3 മാസം എടുക്കും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് നല്ലോണം അറിയാനായിട്ട്. അപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ പോലെയെല്ലാം ചെയ്യണം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഒരു ധൈര്യത്തിൽ പോവുകയാണ്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവുകയാണ്. ഇവിടുത്തെ സ്റ്റേ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു മാം? ഇവിടുത്തെ സ്റ്റേ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഹോസ്പിറ്റലിന്റെ യാതൊരു അറ്റ്മോസ്ഫിയറും അല്ല ഇവിടെ ഉള്ളത്. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന മാതിരി തന്നെയാണ്. ഡോക്ടേഴ്സ് എല്ലാവരും തന്നെയാണെങ്കിലും സ്റ്റാഫ് എല്ലാവരും തന്നെയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര ഹെൽപ്ഫുള്ളുമാണ്. ത്രൂ ഔട്ട് നമ്മുടെ കൂടെ, നമ്മളെ ഒറ്റയ്ക്കൊന്നും വിടുപോലൊരു സ്റ്റേക്കേസ് കയറണമെങ്കിലും ഇവിടുത്തെ സ്റ്റാഫ് നമ്മുടെ കൂടെ കൈ പിടിച്ച് കയറ്റും. അത്രയ്ക്ക് കെയറിങ് ആണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പോകാനായിട്ട് തോന്നുന്നില്ല, പിന്നെ പോണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകും. താങ്ക് യു. മാമിന്റെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ? ഭക്ഷണ രീതിയെല്ലാം വളരെ പങ്ക്ച്വലായിട്ട് സാലഡ്സും, ആദ്യത്തിൽ കുറച്ച് നല്ല ഡയറ്റിലായിരുന്നു. ഇപ്പൊ സാലഡ് ഐറ്റും സൂപ്പ് ഐറ്റും ഒക്കെ. ഇവിടുത്തെ മത്തിങ്ങ സൂപ്പ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് വന്നപ്പോ തന്നെ ആദ്യമായിട്ട് മത്തിങ്ങ സൂപ്പ് കിട്ടിയപ്പോ 2 ബൗള് കുടിച്ചു. സൂപ്പ് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ? നല്ലതായിട്ടുണ്ട്. പിള്ളേരെല്ലാണെങ്കിലും മാറി മാറി കുക്ക് ചെയ്യാനും ഒക്കെ കയറി അസിസ്റ്റ് ചെയ്യാനും കിട്ടും. എല്ലാവരും തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ. അപ്പൊ ഒരാളില്ലെങ്കിലും മറ്റേയാളെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെ ഒരു കാണാത്തൊരു എന്താ പറയുക, ഒരു പൊരുത്തമുണ്ട് എല്ലാവരും തമ്മിൽ. അത് തന്നെ നമുക്ക് രോഗികൾക്കും അപ്പോൾ നല്ലൊരു സന്തോഷം അത് കാണും. മാം ഇവിടെ നിന്നതിലും ട്രീറ്റ്മെന്റ് എടുത്തതിലൊക്കെ സന്തോഷം തോന്നുന്നു? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം.